തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ വിജയിച്ചവർ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് പറയുന്നത് തോറ്റെടുത്ത് കിടന്ന് ഉരുളുന്നതിന് തുല്യമാണ്. പാലക്കാട് UDF ചരിത്ര വിജയം നേടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ൽ ഏറെ വോട്ടുകൾ വാങ്ങി പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അപ്പോഴാണ് പറയുന്നത് SDPIയുടെ വോട്ട് നേടിയാണ് UDF വിജയിച്ചത്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് നേടിയാണ് UDF വിജയിച്ചത്. ഇത് ആരോപിക്കുന്നത് ഇടതുപക്ഷമാണ്. ചേലക്കരയിലെ വിജയം, ചേലക്കരയിലെ പ്രദീപിൻ്റെ CPM സ്ഥാനാർത്ഥി പ്രദീപിൻ്റെ വിജയം രാഷ്ട്രീയ വിജയവും പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം വർഗീയ വിജയവുമാണ്. എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ ഒരേ ദിവസം നടന്ന, ഒരേ രീതിയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളെ രാഷ്ട്രീയ വിജയമായിട്ടും വർഗീയ വിജയമായിട്ടും വ്യാഖ്യാനിക്കുന്നത്? ഇത് ഇടതുപക്ഷത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന വിചിത്രമായ ഒരു വിലയിരുത്തലാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് BJP കഴിഞ്ഞ കുറി നേടിയ വോട്ടിനേക്കാൾ 10,000 വോട്ട് അവർക്ക് കുറഞ്ഞു. എന്നിട്ടും അവർ 2ാം സ്ഥാനത്താണ്. ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തും, കോൺഗ്രസ്സുകാരനായി പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ സരിൻ 3ാം സ്ഥാനത്തുമാണ്. അപ്പോഴും CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനെ പോലെയുള്ളവർ പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PB അംഗമായ A വിജയരാഘവൻ നേടിയതിനേക്കാൾ 800 വോട്ട് ഡോക്ടർ സരിന് കൂടുതൽ കിട്ടി എന്നാണ്. എത്ര ബാലിശമായ ഒരു വാദമാണ് AK ബാലൻ ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലായി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനോ 2ാം സ്ഥാനത്ത് എത്തിക്കാനോ ശ്രമിക്കുന്നതിന് പകരം 800 വോട്ട് PB അംഗത്തെക്കാൾ കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വാങ്ങി എന്ന് അഭിമാനത്തോടെ പറയുന്ന AK ബാലനെ പോലെയുള്ള നേതാക്കളുടെ മനോനില പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തെല്ലാം നാടകങ്ങളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം മത്സര രംഗത്തും ഫലം വന്ന ശേഷവും അരങ്ങേറിയത്. ഒരുപാട് നാടകങ്ങൾ, നീലപ്പെട്ടി, കള്ളപ്പണം കടത്ത് നാടകം, അങ്ങനെ തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങൾ. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് നേടിക്കൊണ്ടാണ് UDF വിജയിച്ചത്. അതായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതികരണം. ഇപ്പോൾ പറയുന്നത് മന്ത്രി MB രാജേഷ് അടക്കമുള്ള നേതാക്കൾ പറയുന്നത് BJPയുമായിട്ടാണ് ഡീലുണ്ടാക്കിയത്, അതുകൊണ്ടാണ് BJPക്ക് 10,000 വോട്ട് കുറഞ്ഞതെന്നാണ്. BJPക്ക് 10,000 വോട്ട് കുറഞ്ഞതിൽ ആശങ്കപ്പെടേണ്ടത് BJP നേതൃത്വമാണ്, അല്ലാതെ ഇടതുപക്ഷ നേതാക്കളല്ല. എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് BJP നേതൃത്വത്തിന് ഉള്ളതിനേക്കാൾ വലിയ ആശങ്ക ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്നത്? പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴാകട്ടെ കഴിഞ്ഞ 8 കൊല്ലമായി നഗരസഭയിൽ തുടർ ഭരണം നടത്തുന്ന BJPക്കകത്ത് വലിയ കലാപങ്ങൾ ഉയർന്നിരിക്കുകയാണ്. 22 കൗൺസിലർമാർ രാജ്യഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും BJP നേതൃത്വവുമാണ്, തങ്ങൾക്കതിൽ പങ്കില്ല എന്നാണ് അവർ പറയുന്നത്. നഗരസഭ ഭരണത്തിൻ്റെ പരാജയമാണ് ഇപ്പോൾ വിജയം ലഭിക്കാത്തതിന് പിന്നിൽ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആരോപണം. ഇന്നിപ്പോൾ BJPയുടെ നിർണായക യോഗം കൊച്ചിയിൽ കൂടുകയാണ്. ഈ യോഗത്തിൽ നഗരസഭയ്ക്കെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ തങ്ങൾ രാജിവെക്കുമെന്നാണ് നഗരസഭ അധ്യക്ഷ പ്രമീള പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 8 കൊല്ലമായി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഏക നഗരസഭയാണ് പാലക്കാട് നഗരസഭ.
അപ്പോൾ അവിടെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബി ജെ പിയിലുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി, ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി യഥാർത്ഥത്തിൽ യു ഡി എഫിനെ മാത്രമല്ല എൽ ഡി എഫിനെയും സന്തോഷിപ്പിക്കേണ്ടതാണ്. കാരണം രാജ്യം ഭരിക്കുന്ന ബി ജെ പിയാണ് മുഖ്യ ശത്രു എന്ന് പറയുന്ന കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സന്തോഷിക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് അത്തരത്തിലല്ല. അപ്പോൾ വരാനിരിക്കുന്ന 26 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും പാലക്കാട് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ വിജയം ഒരു കട്ടൺ റൈസർ തന്നെയാണ്. അപ്പോൾ ചേലക്കരയിൽ 39,000 വോട്ടിന് കെ രാധാകൃഷ്ണൻ വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ 12,000 വോട്ടിനാണ് ഇപ്പോൾ പ്രദീപ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 12,000 വോട്ടിനാണെങ്കിലും പ്രദീപിൻ്റെ വിജയം തന്നെയാണ്. അത് ഒരു മത്സരത്തിലെ വിജയത്തെ അങ്ങനെ തന്നെ കാണണം. പക്ഷേ എന്തുകൊണ്ട് അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു, പാലക്കാട് എന്തുകൊണ്ട് യു ഡി എഫിന് ഭൂരിപക്ഷം കൂടി എന്ന് പരിശോധിക്കുന്നതിന് പകരം ഇത് SDP-യുടെ വോട്ടാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണ്, BJP-യുടെ വോട്ടാണ്, ഇത് വടകര ഡീലാണ്, ഇത് തൃശ്ശൂർ ഡീലാണ് എന്നെല്ലാം പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥ ഇടതുപക്ഷത്തിന് ഒരിക്കലും ഭൂഷണമല്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആരുടെയും വോട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ചോദിക്കാനും വാങ്ങാനും അവകാശമുണ്ട്. അയാൾ SDP ആയാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും PDP ആയാലും ഇനി തീവ്രവാദി ആയാലും വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വോട്ടറുടെ വോട്ട് ചോദിക്കുന്നതും വാങ്ങുന്നതും അത് ലഭിച്ച് ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതും അക്ഷന്തവ്യമായ ഒരു തെറ്റാണെങ്കിൽ അത് തിരുത്തപ്പെടാൻ പുതിയ നിയമങ്ങളുണ്ടാവണം. കാരണം ഈ വർഗീയതയുടെ കള്ളി വരച്ച് കളം വരച്ച് മനുഷ്യരെ പല തട്ടുകളിലായി മാറ്റി നിർത്തി വർഗീയതയുടെ പേരിൽ അകലം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് നേടാനും കുറുക്കു വഴികളിലൂടെ വിജയിക്കാനുമുള്ള ശ്രമം ഇടതുപക്ഷമായാലും UDF ആയാലും നടത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അപ്പോൾ എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആരുടെ വോട്ട് സ്വീകരിക്കാനും അങ്ങനെ വിജയിക്കാനും പരാജയപ്പെടാനും ഒക്കെ ഉള്ള അവകാശം ഒരുപോലെയുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ ജയിച്ചവൻ വോട്ട് വാങ്ങിയത് വർഗീയവാദിയുടെ വോട്ടാണ് എന്ന് മുദ്രയടിക്കുന്നത് വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു കലാപരിപാടിക്കപ്പുറം മറ്റൊന്നുമല്ല.